ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് വൈക്കത്തമ്പലത്തിലാണ്. വൈക്കത്തമ്പലത്തിലെ നല്ലൊരു അലങ്കാര കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. അലങ്കാര ഭംഗികളാണ് ഈ കാണുന്നത്. വൈക്കത്തമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയാണിത്. പടിഞ്ഞാറ് നടയിൽ നിന്ന് കയറി നമ്മൾ പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആല്. വളരെയധികം ഭംഗിയായിട്ടാണ് അത് അലങ്കരിച്ചിരിക്കുന്നത്. അത് കാണാൻ വളരെ ഭംഗിയാണ്. അതുപോലെ തന്നെ ആനക്കുട്ടന്മാർ 1, 2, 3, 4, 5 ആനക്കുട്ടന്മാരുണ്ട്. നമുക്ക് ഇനി അഷ്ടമിയുടെ ദിവസമായ അന്ന് ഗജയൂട്ടുണ്ടാവും. ആ സമയത്താണ് കൂടുതൽ ആനക്കുട്ടന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് പടിഞ്ഞാറ് നടയാണ്. അതുപോലെ തന്നെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടത്തുന്ന കോടിയാർച്ചനയും വടക്കുപുറത്ത് പാട്ട്, അർച്ചന, വടക്കുപുറത്ത് പാട്ട് മുതലായ അതിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. അതുപോലെ ഇവിടെ എല്ലാ സങ്കടങ്ങളും നമ്മൾ ആരോട് പറയുന്നു എന്ന് പറയുന്നതനുസരിച്ചിരിക്കും നമ്മുടെ സങ്കടങ്ങൾ തീർത്തു തരുന്നത്. അങ്ങനെ സങ്കടങ്ങൾ തീർത്തു തരുന്ന ഒരു നന്ദികേശനാണിത്. നന്ദികേശനോട് നമ്മൾ എന്ത് സങ്കടങ്ങൾ ചെവിയിൽ ഓതിയാലും എൻ്റെ എല്ലാ സങ്കടങ്ങളും തീർത്തു തരണേ എന്ന് പറഞ്ഞ് നമ്മൾ ആ ചെവിയിൽ മന്ത്രിക്കുമ്പോഴാണ് നമ്മുടെ സങ്കടങ്ങൾ ശിവനോട് നമുക്ക് കേൾപ്പിക്കുന്നത്. അപ്പോൾ ശിവഭഗവാന്റെ ഏറ്റവും അടുത്ത ഒരു ഇതാണ് നന്ദികേശൻ. ആ നന്ദികേശനാണ് നമ്മൾ ചെവിയിൽ പറയുന്നത്. അങ്ങനെ ചെവിയിൽ പറയുമ്പോൾ നന്ദികേശൻ അത് നമ്മുടെ വൈക്കത്തപ്പനോട് പറയുകയും നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ച് തരികയും ചെയ്യുന്നു. അതുകൂടാതെ ഇത് വൈക്കത്തമ്പലത്തിൻ്റെ വടക്കും ഭാഗമാണ്. വടക്കും ഭാഗത്തായിട്ട് വടക്കുപുറത്ത് വാർഡിൻ്റെ കമ്മിറ്റി ഓഫീസ് കാണാവുന്നതാണ്. അവിടെ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അർച്ചനയ്ക്കുള്ള സംഭാവന എന്നിവ നൽകുന്നതിനാണ്. ഇതാണ് വൈക്കത്ത് അമ്പലത്തിൻ്റെ വടക്ക് ഭാഗം. അതുപോലെ തന്നെ ഇത് നമുക്ക് ക്യൂ, അന്നദാനത്തിന് അല്ലെങ്കിൽ അത്താഴക്കഞ്ഞിക്കുള്ള ക്യൂ ആണ് ഈ നിൽക്കുന്നത്. അപ്പം അതിലേക്കായിട്ട് നിരവധി ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് വളരെയേറെ തിരക്ക് കുറവുണ്ട്. കാരണം ഉദയനാപുരം അമ്പലത്തിൽ കാർത്തിക വിളക്കാണ്. രാത്രി 10:30 മണിക്ക് തന്നെ കാർത്തിക വിളക്കിനുള്ള എഴുന്നള്ളിപ്പ് തുടങ്ങും. അതുകൊണ്ട് അത്രയ്ക്കൊന്നും ഇതുണ്ടാവുകയില്ല. അതുകൊണ്ട് വൈക്കത്ത് ഇന്ന് വളരെ തിരക്ക് കുറവാണ്. നാളെ ഞായറാഴ്ചയായിരിക്കും ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരിക. അതുപോലെ വൈക്കത്ത് ബീച്ചിൽ നല്ല പ്രോഗ്രാമുകൾ അരങ്ങേറിയിട്ടുണ്ട്. കുട്ടികൾക്കായിട്ട് കളിക്കുന്നതിനും കാണുന്നതിനുമായിട്ട് എക്സിബിഷൻ ഹാളുകൾ റെഡിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇതാണ് വൈക്കത്തമ്പലത്തിൻ്റെ മറ്റലങ്കാര ഭംഗി. കിഴക്ക് ഭാഗമാണ്, കിഴക്കേ നടയാണ്. കിഴക്കേ നടയിൽ ഇവിടെയും വൈക്കത്തിൻ്റെ ഈ ഭംഗി നിങ്ങളെ കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വൈക്കത്തമ്പലത്തിൻ്റെ കിഴക്കേ നട. കിഴക്കേ നടയിലെ അലങ്കാര ഭംഗികളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ 4 വിളക്കുകൾ, കൽവിളക്കുകൾ തെളിയിച്ചിട്ടുണ്ട്. മറ്റേ മഴ കാരണം കൊണ്ട് നമുക്ക് വിളക്കുകൾ നല്ല അതിഗംഭീരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അതിഗംഭീരമായ ഈ കാഴ്ച നമുക്ക് കാണാൻ വേണ്ട. 4 വിളക്കുകളാണ്. അതുപോലെ തന്നെ ഇതാണ് വൈക്കത്തമ്പലത്തിൻ്റെ കിഴക്കേ നട. കിഴക്കേ നടയിലുള്ള ഭഗവാനെ ഇപ്പോൾ തന്നെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതായിരിക്കും. നമശിവായ. വൈക്കത്തഷ്ടമി അടുത്ത ശനിയാഴ്ചയാണ് വൈക്കത്തഷ്ടമി കൊടിയേറുന്നത്. അപ്പം
തൂണുകളിൽ നിലവിളക്ക് കൊളുത്തുന്നതിന് പകരം അവരിങ്ങനെയാണ് സജ്ജീകരണം ചെയ്തിരിക്കുന്നത്. കാരണം മഴയുടെ ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതാണ് നമ്മുടെ അലങ്കാര ഭംഗികൾ. അതുപോലെ തന്നെ ഭഗവാന്റെ തിരുനട വളരെയധികം ഭംഗിയോടുകൂടിയാണ് അലങ്കരിച്ചിരിക്കുന്നത്. അടുത്തതായിട്ടാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആല് അലങ്കരിച്ചിരിക്കുന്നതാണ്. ഇവിടെയാണ് സർപ്പത്തിൻ്റെ പാട്ടുകളും സർപ്പത്താന്മാർക്കുള്ള വിഷയങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം ആലലങ്കരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാം. സംഗീത ചിട്ട നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ നൃത്താവിഷ്കാരം തയ്യാറാക്കിയിട്ടുള്ളത് ഡോക്ടർ ശ്രീമതി കലാമണ്ഡലം സുഗന്ധി പ്രഭു അവർകളാണ്. സ്റ്റേജിലെ ആ വൈക്കത്തപ്പൻ്റെ വാഹനമായ കാളയുടെ ഫോട്ടോയും ശൂലം ശിവലിംഗം ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് മറ്റു കാഴ്ച. അതുപോലെ വേറൊരു നല്ല കാഴ്ച നിങ്ങളെ കാണിക്കാൻ നമുക്ക് ഇതിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ രൂപങ്ങളും ഗണപതി, ഉദയനാവൃത്തപ്പൻ, അയ്യപ്പസ്വാമി, പിന്നെ മുരുകൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ഓരോ രൂപങ്ങളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇതാണ് മറ്റൊരു കാഴ്ച. നമ്മുടെ ഭഗവാനെ